ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഓൾറെഡി നമ്മൾ ഇതുവരെ കാര്യങ്ങൾ സെറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം എന്താണ് ഗോയിങ് കൺസേൺ, എന്താണ് കൺസിസ്റ്റൻസി, എന്താണ് അക്രൂവൽ. സം ടൈം അവർ ചോദിക്കാറുണ്ട്, കൺസിസ്റ്റൻസി ഒക്കെ അവർ ചോദിക്കുന്നതാണ്. സോ നമുക്ക് തിയററ്റിക്കലി അത് എഴുതി കൊടുക്കണം. ദാറ്റ്സ് വൈ നമുക്കൊന്ന് പഠിച്ചു പോകാം. ഗോയിങ് കൺസേൺ എല്ലാവർക്കും അറിയുന്നതാണ്, പക്ഷെ നമുക്ക് ഈ ഒരു ലാംഗ്വേജ് മോഡൽ പഠിച്ചു നോക്കാം. The financial statements are normally prepared on the assumption that an enterprise will continue its operation in the foreseeable future and neither there is intention nor there is need to materially curtail the scale of operation. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നോർമലി നമ്മൾ പ്രിപ്പയർ ചെയ്ത് എന്തിന്റെ അസംഷൻസിലാണ്? ഈ സ്ഥാപനം ഫ്യൂച്ചറിലൊന്നും അടച്ചു പൂട്ടൂല, ഒരു ഫോർസിയബിൾ ഫ്യൂച്ചറിൽ അടച്ചു പൂട്ടില്ല എന്നുള്ളൊരു ഉറപ്പുള്ളതുകൊണ്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസിഷൻസ് ഒക്കെ മേക്ക് ചെയ്ത് പോണേ. അടച്ചു പൂട്ടാണെങ്കിൽ എന്തിനാണ് അത്ര കഷ്ടപ്പാട്? പൂട്ടി പോട്ടാൻ കണ്ട് അങ്ങനെ ചിന്തിച്ചാൽ പോരെ. നെയ്തർ ദർ ഈസ് ആൻ ഇന്റൻഷൻ നോർ ദർ ഈസ് നീഡ് ടു മെറ്റീരിയലി കട്ടേജ് ദ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ. ഇത്തരം കാര്യങ്ങളില്ലേ, നമുക്ക് അങ്ങനെ ഒരു ഇന്റൻഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ സിംപ്ലി സേ നമുക്ക് എന്ത് പറയാം? നമ്മളുടെ സ്ഥാപനം ഗോയിങ് കൺസേൺ ആണ് ഫോളോ ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റും. കംഫർട്ടബിൾ ആണല്ലോ, ഫൈൻ. അടുത്ത കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻസി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. നിർബന്ധമായിട്ടും കൺസിസ്റ്റൻസിന്റെ നോട്ട്സ് പഠിച്ചിട്ട് പോകണം. The principle of consistency refers to the practice of using same accounting policy for similar transaction in all accounting period. Simple ആണ്. Principle of consistency refers to the practice using same accounting policy for similar transaction all accounting year. അപ്പോൾ ഒരു സെറ്റ് ഓഫ് ട്രാൻസാക്ഷൻസിന് ഒരു അക്കൗണ്ടിങ് പോളിസി എല്ലാ വർഷങ്ങളിലും ഫോളോ ചെയ്യുക. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് കൺസിസ്റ്റൻസി. നിങ്ങൾ ഡിപ്രീസിയേഷന് WDV ആണെങ്കിൽ എവറി ഇയർ WDV. നിങ്ങൾ വാല്യൂഷൻ ഓഫ് ഇൻവെന്ററിക്ക് FIFO ആണെങ്കിൽ എവറി ഇയർ FIFO മെത്തേഡ്. നിങ്ങൾ മറ്റെന്തെങ്കിലും അസറ്റ്സിന് ഒരു വാല്യൂഷൻ മോഡൽ ചൂസ് ചെയ്താൽ ആ വാല്യൂഷൻ മോഡൽ എവറി ഇയർ. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് കൺസിസ്റ്റൻസി. സോ കൺസിസ്റ്റൻസി ഈസ് എ പ്രാക്ടീസ് ഓഫ് യൂസിങ്. പഠിക്കടാ. ഈ വേർഡ്സ് അതേപോലെ എഴുതണം. പഠിക്ക്, വായിക്കടാ. കൺസിസ്റ്റൻസി ഈസ് എ പ്രാക്ടീസ് ഓഫ് യൂസിങ് സെയിം അക്കൗണ്ടിങ് പോളിസി ഫോർ സിമിലർ ട്രാൻസാക്ഷൻ ഓൾ അക്കൗണ്ടിങ് പീരീഡ്. ഒരേ സെറ്റ് ഓഫ് എന്ത് പറയും മക്കളെ, പ്രാക്ടീസ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഒരേ സെറ്റ് ഓഫ് ട്രാൻസാക്ഷന് ഒരേ സിമിലർ ആയിട്ടുള്ള എന്ത് ട്രാൻസാക്ഷന് ഒരേ പോളിസി എല്ലാ വർഷവും അഡോപ്റ്റ് ചെയ്യുക. അതാണ് എന്ത് പറയും കൺസിസ്റ്റൻസി. ഇനി ശ്രദ്ധിച്ചു, നല്ല പഠിക്കുക. കൺസിസ്റ്റൻസി ഇംപ്രൂവ് കമ്പാരബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ത്രൂ ടൈം. വാട്ട് എ ബ്യൂട്ടി. കൺസിസ്റ്റൻസി ഇംപ്രൂവ് കമ്പാരബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ത്രൂ ടൈം. നമ്മളുടെ കൺസിസ്റ്റൻസി, നമ്മൾ കൺസിസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് കമ്പാരബിലിറ്റി കൂടുതൽ എനേബിൾ ചെയ്യാൻ പറ്റും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ. കാരണം നമ്മൾ എവറി ഇയർ SLM ആണെങ്കിൽ കമ്പാരിസൺ ഈസിയാണ്. നമ്മൾ എവറി ഇയർ WDV ആണെങ്കിൽ കമ്പാരിസൺ ഈസിയാണ്. നമ്മൾ എവറി ഇയർ LIFO ആണെങ്കിൽ കമ്പാരിസൺ എളുപ്പമാണ്. എവറി ഇയർ LIFO ആണെങ്കിൽ വെയിറ്റഡ് ആവറേജ് ആണെങ്കിൽ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. പക്ഷെ ഒരു വർഷം വെയിറ്റഡ് ആവറേജ്, ഒരു വർഷം സിമ്പിൾ ആവറേജ്, ഒരു വർഷം FIFO, ഒരു വർഷം LIFO അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കമ്പാരിസൺ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് ദാറ്റ്സ് വൈ കൻ സേ കൺസിസ്റ്റൻസി ഇംപ്രൂവ് കമ്പാരബിലിറ്റി. അപ്പൊ കൺസിസ്റ്റൻസി എന്താന്ന് പറഞ്ഞ് ഒരേ ട്രാൻസാക്ഷന് ഒരേ പോളിസി ഒരുപാട് വർഷം അപ്ലൈ ചെയ്യുന്നതാണ് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി ഫോളോ ചെയ്താൽ കമ്പാരബിലിറ്റി ഇംപ്രൂവ് ചെയ്യും. മനസ്സിലാവുമല്ലോ, ഫൈൻ. An accounting policy can be changed if the change is required by. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, സാറേ നമ്മൾ കൺസിസ്റ്റന്റ് ആയിരിക്കണം, അത് അടിപൊളിയാണ്. അപ്പൊ നമ്മൾ ഇത്രയും കാലം SLM ആണ് ഫോളോ ചെയ്തത്. Now we decide, sir, SLM കൺസിസ്റ്റന്റ് ആണ്, കൺസിസ്റ്റൻസി ബ്രേക്ക് ചെയ്യാൻ പാടില്ല. കാരണം കൺസിസ്റ്റൻസി ഇംപ്രൂവ് കമ്പാരബിലിറ്റി ത്രൂ ടൈം, എവറിത്തിങ് ഇസ് പെർഫെക്റ്റ്. സർ ഞങ്ങൾ ഇത്രയും കാലം SLM ആണ് ഫോളോ ചെയ്തത്. പക്ഷെ ഒരു ആ കാറ് വാങ്ങിയ വർഷം ഉപയോഗിക്കുന്ന അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ SLM പറയുന്നത് എല്ലാ വർഷവും ഒരേ എമൗണ്ട് ഓഫ് ഡിപ്രീഷൻ ചാർജ് ചെയ്യാന്നല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിനെക്കാട്ടി കുറച്ചുകൂടി നല്ലത് WDV ആയിരിക്കും. റിട്ടേൺ ഡൗൺ ചെയ്യുന്നതനുസരിച്ച് ഇങ്ങനെ ചെയ്ത് പോകാനുള്ളതാണ്. ഐ ഫീൽ ലൈക്ക് WDVയിലേക്ക് മാറാൻ ആഗ്രഹമുണ്ട്. പക്ഷെ കൺസിസ്റ്റൻസി ഇംപ്രൂവ് കമ്പാരബിലിറ്റി എന്നാണ്. നമ്മൾ കൺസിസ്റ്റന്റ് ആയിരിക്കും ഒരു ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംഷൻ ആണ്. അപ്പോൾ അത് മാറാൻ പറ്റുമോ സാറേ? ഓഫ് കോഴ്സ് നിങ്ങൾക്ക് മാറാൻ പറ്റും. നമുക്ക് വായിച്ചു നോക്കാം, ശ്രദ്ധിച്ചോ. An accounting policy can be changed. അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് SLM മാറി WDVയിലേക്ക് വരാം, അല്ലെങ്കിൽ FIFO മാറി LIFOയിലേക്ക് വരാം. ഇങ്ങനെ പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് മാറാം. ഇഫ് ദ ചേഞ്ച് ഈസ് റിക്വേർഡ് ബൈ, ആ ചേഞ്ച് ദാറ്റ് റിക്വേർഡ് ബൈ ആര്? സ്റ്റാറ്റ്യൂട്ട് ആണെങ്കിൽ. ഇപ്പം നിങ്ങൾ ബാങ്കിങ് കമ്പനീസ് ആണെങ്കിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നിങ്ങൾ സ്റ്റാറ്റ്യൂട്ട് ഉണ്ടാവാം. ഇലക്ട്രിസിറ്റി ആണെങ്കിൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ഉണ്ടാവാം, അവരുടെ അതാണെങ്കിൽ അങ്ങനെ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് IRDA, ഇൻഷുറൻസ് ആണെങ്കിൽ IRDA. നിങ്ങളുടെ സ്റ്റാറ്റ്യൂട്ട് നിങ്ങളെടുത്ത് പറയാണ് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് ഈ മെത്തേഡാണ് ഫോളോ ചെയ്തത്. അതായത് നിങ്ങൾ ഫോളോ ചെയ്തത് WDV ആണ് ഫോർ ഈ അസറ്റ്. നമ്മളാണ്
എങ്കിൽ ഇത്രയും കാലം ഫോളോ ചെയ്ത് SLM ആണെങ്കിൽ നമുക്ക് താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ള മാറ്റർ അല്ല. ഇഫ് സ്റ്റാറ്റ്യൂട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ നിർബന്ധമായിട്ടും SLM ടു എങ്ങോട്ട് പോകണം, ഡബ്ല്യൂലേക്ക് പോകണം. ക്ലിയർ. പോയിന്റ് നമ്പർ 2, ബൈ ആൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന്റെ റിക്വയർമെന്റ് വരികയാണ് ഇത്തരം ട്രാൻസാക്ഷൻസിന് ഈ മെത്തേഡ് ഇനി മുതൽ പറ്റുള്ളൂ. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണ് വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററിക്ക് യു ഹാവ് ഫിഫോ മെത്തേഡ്, യു ഹാവ് ലിഫോ മെത്തേഡ്, യു ഹാവ് സിമ്പിൾ ആവറേജ്, യു ഹാവ് വെയ്റ്റഡ് ആവറേജ്, യു ഹാവ് ദറ്റ് മെത്തേഡ് ആൻഡ് ദിസ് മെത്തേഡ്. ആൻഡ് സ്റ്റാൻഡേർഡ് പറയാണ് നിങ്ങൾക്ക് എയ്തർ ഫിഫോ യൂസ് ചെയ്യാം ഓർ വെയ്റ്റഡ് ആവറേജ് യൂസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ഇത്രയും കാലം മെയിൻറ്റെയിൻ ചെയ്തത് സിമ്പിൾ ആവറേജ് മെത്തേഡ് ആണ് എന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് പറയാണ്, സ്റ്റാൻഡേർഡ് റിക്വയർമെന്റ് ഫോർ വാല്യൂഷൻ ഓഫ് ഇൻവെന്ററി പറയാണ് നിർബന്ധമായിട്ടും ഫിഫോയോ വെയ്റ്റഡ് ആവറേജോ ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യുന്ന കൺസിസ്റ്റൻസി ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് സ്വിച്ച് ചെയ്യണം. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് കൺസിസ്റ്റൻസി ബ്രേക്ക് ചെയ്യാം രണ്ട് സിറ്റുവേഷനിൽ. ഒന്ന് സ്റ്റാറ്റ്യൂട്ട് പറയണമെങ്കിൽ, രണ്ട് സ്റ്റാൻഡേർഡ് പറയണമെങ്കിൽ, മൂന്ന് for more appropriate presentation of financial, more appropriate presentation of financial statement. അതായത് യു ഫീൽ ലൈക്ക് ഇതിനെക്കാട്ടി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഇതിനെക്കാട്ടി നല്ല ട്രൂ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽസ് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും ഇഫ് നമ്മൾ SLM മെത്തേഡിൽ നിന്ന് ഡബ്ല്യൂലേക്ക് ചേഞ്ച് ചെയ്യാൻ എന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. ഒരു ബെറ്റർ പ്രസന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് പോളിസി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ 3 കാര്യങ്ങളിലാണ് കൺസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുക. പോയിന്റ് നമ്പർ 1 നിങ്ങൾക്ക് കൺസിസ്റ്റൻസി സ്റ്റാറ്റ്യൂട്ട് പറഞ്ഞ ബ്രേക്ക് ചെയ്യുക. പോയിന്റ് നമ്പർ 2 നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് പറഞ്ഞ ബ്രേക്ക് ചെയ്യുക. പോയിന്റ് നമ്പർ 3 മാത്രമാണ് നമ്മളുടെ ഹാൻഡ് എടുത്ത് എന്താണ് നമ്മളെ കയ്യിൽ എന്താണ് ഫോർ അപ്രോപ്രിയേറ്റ് പ്രസന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ട്, കുറച്ചും കൂടി ട്രൂ ആൻഡ് ഫെയർ ആയിട്ട്, ജെന്യുവിൻ ആയിട്ട് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറാം. അല്ലാതെ കൺസിസ്റ്റൻസി ഇപ്പൊ ബൈ സ്റ്റാറ്റ്യൂട്ട് കൊണ്ട് നമുക്ക് പറയിപ്പിക്കാൻ പറ്റില്ല. ബൈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ ചേഞ്ച് കൊണ്ടുവരാൻ നമുക്ക് പറ്റില്ല, നമ്മൾ ICA അല്ല. സോ ദാറ്റ്സ് വൈ നമ്മളെ കൈകൾ ഒതുങ്ങുന്ന ഒറ്റ പരിപാടി മാത്രമേ ഉള്ളൂ, ഫോർ മോർ അപ്രോപ്രിയേറ്റ് പ്രസന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ആ പ്രൊവിഷൻ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യാം. സോ വൺസ് ബ്രേക്ക് ചെയ്താൽ പിന്നെ നിങ്ങൾ കൺസിസ്റ്റന്റ് ആവണം. സോ ഇത്രയും കാലം SLM ചെയ്യുന്നു, ചേഞ്ച് ടു WDV, ഇനി നിങ്ങൾ ഓൾവേസ് എന്താവണം, WDV ആവണം. കംഫർട്ടബിൾ അല്ലേ? ഫൈൻ. മാത്രമല്ല ഈ കൺസിസ്റ്റൻസി ബ്രേക്ക് ചെയ്യുന്ന ആ ഇയറിലും ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസി വരും. അവിടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്പർ 1 പറയുന്നത് നിങ്ങൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യണം. അതും നമുക്ക് പഠിക്കാനുണ്ട്. കംഫർട്ടബിൾ അല്ലേ? സോ വി പീപ്പിൾ അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് ഗോയിങ് കൺസേൺ, വാട്ട് ഈസ് കൺസിസ്റ്റൻസി ഇൻ ദാറ്റ് സെൻസ്. പോയിന്റ് നമ്പർ 3, അക്രൂവൽ ബേസ് ഓഫ് അക്കൗണ്ടിങ്. അക്രൂവൽ ബേസ് ഒന്ന് വായിച്ചു നോക്കാം, ശ്രദ്ധിച്ചു. Under this base of accounting, transactions are recognized as soon as they occur, whether or not cash or cash equivalent is actually received or paid. അതായത് ഈ സിസ്റ്റം പഠിപ്പിച്ചിരുന്നത് ട്രാൻസാക്ഷൻസ് റെക്കഗ്നൈസ് ചെയ്യല്, റെക്കോർഡ് ചെയ്യല് ആസ് സൂൺ ആസ് ദേ അക്കർ. അത് സംഭവിച്ച അപ്പം എഴുതും. വെദർ ഓർ നോട്ട് ക്യാഷ് ഓർ ക്യാഷ് ഇക്വിവലന്റ് ഈസ് ആക്ച്വലി റിസീവ്ഡ് ഓർ പെയ്ഡ്. ശരിക്കും പൈസ കിട്ടിയോ, പൈസ കൊടുത്തോ എന്നൊരു ശരിക്കും മാറ്ററേ അല്ല. സംഭവിച്ച അതേ സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ, റെക്കോർഡ് ചെയ്യാൻ പറ്റും. അക്രൂവൽ ബേസ് എൻഷുർ ബെറ്റർ മാച്ചിങ് ബിറ്റ്വീൻ റവന്യൂ ആൻഡ് കോസ്റ്റ്. ശരിക്കും അക്രൂവൽ ബേസ് ഉള്ളതുകൊണ്ടാണ് ഈ മാച്ചിങ് കോൺസെപ്റ്റ് സ്റ്റേ ചെയ്യുന്നത്. അക്രൂവൽ കോൺസെപ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ മാച്ചിങ് കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അക്രൂവൽ കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ബെറ്റർ മാച്ചിങ് എന്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ക്യാഷ് ബേസിന് മാച്ചിങ് ഉണ്ട്, പക്ഷെ ഒരു ബ്യൂട്ടിഫുൾ മാച്ചിങ് ഒരിക്കലും സംഭവിക്കത്തില്ല. അക്രൂവൽ ആകുമ്പോൾ പേ ചെയ്താലും ഇല്ലെങ്കിൽ നമ്മൾ എഴുതും, കിട്ടിയാലും കൊടുത്താലും നമ്മൾ എഴുതും, കിട്ടിയാലും കൊടുത്തില്ലെങ്കിലും എഴുതും. സോ ദാറ്റ്സ് വൈ ആ ഇയറിന്റെ കാര്യങ്ങളെ മാച്ച് ചെയ്യാൻ അക്രൂവൽ കോൺസെപ്റ്റ് കുറച്ചുകൂടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ 3 കാര്യങ്ങൾ, ഒന്ന് ഗോയിങ് കൺസേൺ, കൺസിസ്റ്റൻസി, അക്രൂവൽ. ഞാൻ കൺസിസ്റ്റൻസി സ്റ്റാർട്ട് ചെയ്ത കാരണം C കൺസിസ്റ്റൻസി, A അക്രൂവൽ ആൻഡ് G ഗോയിങ് കൺസേൺ. ഐ ഹോപ്പ് യു ക്ലിയർലി അണ്ടർസ്റ്റുഡ് എവറി ബിറ്റ് ഓഫ് മൈ ഡിസ്കഷൻ. ഹാപ്പി ലേണിംഗ്. ബൈ എന്ന് പറയുന്നതിന് മുമ്പ് ഒരു ഇല്ലുസ്ട്രേഷൻ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്, അത് നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യാം, ആ ഇല്ലുസ്ട്രേഷനിലേക്ക് വരാം. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല, സിമ്പിൾ സ്റ്റാൻഡേർഡ് അല്ലേ. ഹാപ്പി ലേണിംഗ്. ബൈ.